ഇപ്പോൾ കെ ഇസ്മയിൽ സംസാരിക്കുകയാണ്. അദ്ദേഹം CPI സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. ഞാനൊന്നും പറയുന്നില്ല. എന്തോ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ പാർട്ടിയുടെ പുതിയ സെക്രട്ടറിയല്ലേ പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കിയ ശേഷം പിന്നെന്ത് പറയും. ഞാൻ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കൂല. പുതിയ സംസ്ഥാന കമ്മിറ്റി സാധാരണഗതി വരാറുണ്ടല്ലോ. എല്ലാ സമ്മേളനത്തിലും പുതിയ കമ്മിറ്റി വരും. 20% ആളുകളെ ഒഴിവാക്കുക ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയാണ്. 20% ഒഴിവാക്കുകയും പുതിയ 20% വരികയും ചെയ്യും. കെ ശിവരാമനെ പോലുള്ള ആളുകളൊക്കെ ഒഴിവാക്കിയിരിക്കുന്നത്. കെ ശിവരാമൻ വയസ്സായി. അതെനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. ഞാൻ വയസ്സായിട്ടില്ലാകുന്ന സാധ്യതയില്ല ഞാൻ നോക്കിയത്. പ്രവർത്തനക്ഷമത നോക്കും, കാര്യപ്രാപ്തി നോക്കും, ചെറുപ്പം നോക്കും, അവരിൽ നിന്ന് ചെയ്യുന്ന ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കും. അതെല്ലാം കൂടി പരിഗണിച്ചിട്ടാണ് സാധാരണ കാഡർമാർ എടുക്കുന്നത്. എല്ലാ സമ്മേളനങ്ങളും എടുക്കുന്നത്. ഞാനും ഒരുപാട് സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്തിട്ട ആളാണ്. അതുകൊണ്ട് ഇത് അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങാണ്. ഒരു സമ്മേളനത്തിൽ 20% ആളുകൾ പോകണമെന്നും പുതിയതായി വരണമെന്നും ഭരണഘടനയിൽ തന്നെ ഉള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയതായിട്ട് വരുന്നത്. അതിലൊന്നും വേറെ എന്തെങ്കിലും എന്താ പറയുക, ഒരു ന്യൂനത നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം നടക്കാൻ പോകുന്ന വേദിയിലേക്ക് കെ ഇസ്മയിൽ എത്തുകയാണ്. അദ്ദേഹം ബിനോയ് വിശ്വം ഉയർത്തിയ ചില വാദങ്ങൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സമ്മേളന വേദിയിലേക്ക് പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.